കടലേ ചെറുപയറ് കരാമണിപ്പയറ് ചിന്ന ചമ്പാൻ പെരിയ ചമ്പാൻ ചിറ്റടിയാൻ ജീരകവും ഉഴുന്നു മുമ്പേ തട്ടപ്പയർ ഉടുമ്പാശിപ്പയർ. അപ്പോൾ കാവിലമ്പാറയുടെ വികസന പദ്ധതികളെ കുറിച്ച് ഏകദേശമൊക്കെ ഒരു ധാരണയായിട്ടുണ്ടാവും അല്ലേ? അതിനി ചർച്ചയ്ക്കുള്ള സമയമാണ്. കണ്ണൻ സർ, കാവിലമ്പാറയുടെ വീഡിയോ കണ്ടപ്പോൾ വളരെ സന്തോഷമായി. പ്രത്യേകിച്ചും കുട്ടികളെ ആധാരമാക്കിയിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ. അപ്പോൾ ആദ്യമായിട്ട് അതിന് നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കാം. കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ പുരോഗതി മാത്രമല്ല, അവരുടെ ആരോഗ്യം കൂടി നിങ്ങൾ നോക്കുന്നുണ്ട്. ഉച്ചക്കഞ്ഞി എന്നുള്ളത് ഇപ്പോൾ ചോറും സാമ്പാറും പയറുമായി ഒരു മുട്ട കൂടി പ്രവേശിച്ചു. അത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ സ്കൂളിൽ എത്തുന്നതിന് മുമ്പ് ഉള്ള ഒരു പീരീഡ് കൂടിയുണ്ടല്ലോ. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ അംഗനവാടിക്ക് മുമ്പുള്ള സ്റ്റേജ്. അപ്പോൾ അതുമാതിരി അങ്ങനെ പ്രീ സ്കൂളായിട്ടുള്ള ആ രംഗത്ത് വല്ലതും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ? അംഗൻവാടി തലത്തിൽ തുടങ്ങി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ. എല്ലാ അംഗൻവാടിക്കും അടിസ്ഥാന സൗകര്യങ്ങളും അവർക്ക് പഠന ഉപകരണങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ പ്രൊജക്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെയാണ് നോർമലായിട്ട് അവർക്ക് പിന്നെ പഞ്ചായത്തും ICDSും ചേർന്ന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പുറമെയാണ് ഏത്തപ്പഴവും പിന്നെ നിലക്കടലയും കൊടുക്കാൻ വേണ്ടി അവരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും അതുപോലെ തന്നെ അവരുടെ പഠനത്തിൽ ഇന്നിപ്പം ICDS തന്നെ ഒരുപാട് പിന്നെ നല്ല നിലയിലുള്ള അതിന് സിലബസ് ഏകീകരിച്ചതല്ലെങ്കിൽ പോലും കുറേ പ്രവർത്തനങ്ങൾ അംഗൻവാടി വഴി നടന്നു വരുന്നുണ്ട്. അപ്പം അതിനു പുറമെയാണ് പഞ്ചായത്ത് തലത്തിൽ ഏകീകരിച്ചൊരു സിലബസ് ഉണ്ടാകണമെന്ന കാഴ്ചപ്പാടോടുകൂടി അതിനാവശ്യമായ വിദഗ്ധരെയും അതിൻ്റെ കാര്യങ്ങളെല്ലാം ചേർത്തുകൊണ്ട് കുട്ടികൾക്ക് നല്ല നിലയിൽ പഠിക്കാനും ഒരുപാട് അറിവ് നേടാനും ആവശ്യമായ തരത്തിലുള്ള ഒരു പദ്ധതി ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുകയാണ്. അതിൻ്റെ പഞ്ചായത്തിൽ ഇപ്പോൾ എത്ര സ്കൂളാണ്? 6 7? നമുക്ക് സ്കൂളുകൾ പിന്നെ LP സ്കൂൾ 4, UP 2, ഹൈസ്കൂൾ 2. 2 ഹൈസ്കൂളുണ്ട്. 2 ഹൈസ്കൂൾ മാനേജ്മെന്റ് ആണ്. ഇതിപ്പോ എത്ര കാലമായി ഈ രംഗത്ത് ഈ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട്? 3 വർഷമായുള്ളൂ. നമ്മൾ ഈ രീതിയിൽ സമഗ്രമായ പദ്ധതി എന്ന നിലയ്ക്ക് താഴെ മുതൽ ഏറ്റവും ഹൈസ്കൂൾ വരെ ഉള്ളത്. അതിന്റെ റിസൾട്ട് വരാനിരിക്കുന്നേ ഉള്ളൂ. കാരണം അവർ 10ാം ക്ലാസ് എത്തുമ്പോഴായിരിക്കും ഇതിന്റെയൊക്കെ ഈ റിസൾട്ട് കാണാൻ പോകുന്നത്. മറ്റേതെങ്കിലും അടിസ്ഥാന മേഖലകളിൽ പഞ്ചായത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്? പ്രത്യേകിച്ചും മറ്റ് പല പഞ്ചായത്തുകളിലും കൃഷിക്ക് അവർക്കൊരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഇത് കാണുന്നുണ്ട്. വളരെ വേണ്ടതാണെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അങ്ങനെ വല്ലതും നിങ്ങളുടെ പഞ്ചായത്തിന്, അതോ കൃഷി അവിടെ നന്നായിട്ട് നടക്കുന്നത് കൊണ്ട് ഇപ്പോൾ അത് അത്ര ആവശ്യമില്ല എന്നുള്ള? കാർഷിക മേഖലയിൽ പഞ്ചായത്തിൻ്റെ തനത് വാർഷിക പദ്ധതി വീതമായിട്ടുള്ള 40% ഉൽപ്പാദന മേഖലയിൽ ചെലവഴിക്കുന്നതിന് പുറമെ CDB ക്ലസ്റ്ററുകൾ, 5 CDB ക്ലസ്റ്ററുകൾ, അതുപോലെ വെസ്റ്റേൺ ഗട്ടിൻ്റെ 2 പ്രൊജക്റ്റുകൾ, RKVYയുടെ ഒരു പ്രൊജക്റ്റ്, കേരശ്രീയുടെ 2 പ്രൊജക്റ്റ്, ഇതൊക്കെ പിന്നെ പഞ്ചായത്തിൽ ഉൽപ്പാദന വർധനവിനെയും മണ്ണ് ജല സംരക്ഷണ പ്രവർത്തനങ്ങളെയും ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തനം നടത്തി വരുന്നുണ്ട്. എത്ര വർഷമായി ഇങ്ങനെയുള്ള പരിപാടികൾ? ഇത് ഇപ്പോൾ തുടർച്ചയായിട്ട് ഒരു 3 വർഷമായി ഈ പരിപാടികൾ. അല്ല, അതുകൊണ്ട് വല്ല പ്രകടമായിട്ടുള്ള വ്യത്യാസം വല്ലതും വന്നിട്ടുണ്ടോ കാർഷിക മേഖല? ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശരാശരി പിന്നെ ഉൽപാദനം ജില്ലയിൽ ഞങ്ങളെ പഞ്ചായത്തിൽ ആ മേഖലയിൽ ശരാശരി ഉൽപാദനക്ഷമത 75% വരെയാണ്. അത് ഇപ്പം ഈ ആ ഉൽപാദനക്ഷമത 100% വരെ എത്തിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇത് പഞ്ചായത്തിൽ ഏറ്റവും കൂടുതലായിട്ട് പിന്നെ കൃഷി ചെയ്യുന്ന വിളകൾ ഏതൊക്കെയാണ്? തെങ്ങ് തന്നെയാണ്. തെങ്ങാണ് ഏറ്റവും കൂടുതൽ. തെങ്ങ്. നെല്ലിനുള്ള സ്ഥലം വളരെ കുറച്ച്. നെല്ലില്ല, ഒട്ടുമില്ല. ഇല്ല, ആകെ ഒരു 3 ഏക്കർ വയൽ മാത്രമേ ഉള്ളൂ. അത് പച്ചക്കറി കൃഷികളും മറ്റ് ഇതൊക്കെയാണ് ചെയ്യുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എനിക്കറിയേണ്ടത് ഈ കുടുംബശ്രീകൾ ആ മേഖലയിൽ എന്തെങ്കിലും ഇടപെടൽ നടത്തുന്നുണ്ടോ? കുടുംബശ്രീയുടെ കീഴിൽ കോഴിക്കോട് ജില്ലാ മിഷൻ ഇപ്പം നിറവ് എന്ന് പറഞ്ഞൊരു കാർഷിക മേഖല ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ കോഴിക്കോട് ജില്ലയിൽ ഞങ്ങളുടെ പഞ്ചായത്തിനാണ് കാര്യമായി ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. 146 യൂണിറ്റുകൾ ഇവിടെ കാണിച്ചു. നേന്ത്രവാഴ, അതുപോലെ ഇടവിള കൃഷികൾ, കപ്പ, ചേമ്പ്, ചേന, ഇതിൽ നിന്ന് ആളുകൾ പിന്നോട്ട് പോയായിരുന്നു. അപ്പോൾ നമ്മൾ പ്രത്യേക ഈ നിറവ് പദ്ധതിയിലൂടെ ഏതാണ്ട് 7.5 ലക്ഷത്തോളം രൂപ ഇൻസെൻറ്റീവായിട്ട് കൊടുക്കുന്നുണ്ട്. കുടുംബശ്രീയുടെ സഹായങ്ങൾ കൂടാതെ ജില്ലാ മിഷൻ വഴി കൊടുത്തതോടുകൂടിയും 1 കോടി രൂപ ഞങ്ങൾക്ക് ലിങ്കേജ് ലോണായി വിവിധ ബാങ്കുകൾ തന്നിട്ടുണ്ട്.
അപ്പോൾ ആ സഹായം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വ്യാപകമായ രൂപത്തിൽ ഇടവിള കൃഷി കുടുംബശ്രീ ഉപയോഗിച്ച് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മൈക്രോ സംരംഭങ്ങൾ അത് ഏറ്റവും കൂടുതൽ ജില്ലയിൽ ഇപ്പം നടപ്പാക്കി കഴിഞ്ഞതും നടത്തിക്കൊണ്ട് പോകുന്നതും പഞ്ചായത്ത് കാവൽമ്പാറയാണ്. അതിലൊക്കെ കുടുംബശ്രീയുടെ സേവനങ്ങൾ നമ്മൾ ഇതുവരെ ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് നല്ലോണം. ബൗദ്ധികമായ കാര്യങ്ങളിൽ കുടുംബശ്രീയിൽ വിദ്യാഭ്യാസമുള്ള ഒരുപാട് സ്ത്രീകളുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവരൊക്കെ ഈ സ്കൂളിലെ പ്രവർത്തനത്തിൽ ഏതെങ്കിലും രീതിയിൽ ഇടപെടുന്നുണ്ടോ? അവരെ ഇടപെടുത്താൻ എന്തെങ്കിലും ഞങ്ങളുടെ പഞ്ചായത്തിലുള്ള 8 സ്കൂളുകളിലെയും MBTA പ്രസിഡന്റുമാർ ADSൻ്റെ സെക്രട്ടറി അല്ലെങ്കിൽ പ്രസിഡന്റാണ്. മദർ PTA ഉണ്ടല്ലോ സ്കൂളുകളിൽ. ഇപ്പോൾ മാസത്തിൽ എല്ലാ മാസവും സ്കൂൾ വിദ്യാഭ്യാസ സമിതി പഞ്ചായത്തിൽ ചേരുന്നത് പോലെ തന്നെ എല്ലാ മാസവും ക്ലാസ് PTAയും PTA യോഗങ്ങളും ചേരാറുണ്ട് എല്ലാ സ്കൂളുകളിലും, 8 സ്കൂളുകളിലും. അപ്പോൾ അതിനകത്തെല്ലാം ഏറ്റവും ശക്തമായിട്ട് ഇടപെടാൻ കഴിഞ്ഞത് ഞങ്ങളുടെ ഈ കുടുംബശ്രീയുടെ വിജയം കൊണ്ട് തന്നെ സ്ത്രീകളുടെ ഇടപെടലാണ് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. PTAയ്ക്കൊക്കെ ഏതാണ്ട് ആ തുടക്കത്തിൽ 100% ഹാജരാണ്. അതിപ്പോൾ അവസാനം ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വിളിച്ചു ചേർത്ത PTA യോഗത്തിൽ കണക്കുകൾ തന്നിട്ടുണ്ട്. 74% രക്ഷിതാക്കൾ പങ്കെടുത്തു അവയർനെസ് ക്ലാസ്സുകളിൽ. അത് പൂർണ്ണമായിട്ടും കുടുംബശ്രീയുടെ ഒരു വിജയം തന്നെയായിട്ടാണ് അതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ ഈ ഉച്ചഭക്ഷണ പരിഷ്കരണ പദ്ധതി എന്ന് പറയുന്നത് കൊണ്ടുവന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് സ്ത്രീകളിൽ നിന്നാണ് അതിൻ്റെ ചർച്ച ഉയർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ വിദ്യാഭ്യാസ സമിതി ചേരുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടറായിട്ടുള്ള ശ്രീ KP അരവിന്ദൻ ഡോക്ടറുടെ പത്തോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ, അദ്ദേഹത്തിൻ്റെ ഒരു പഠനം ഈ ഗ്രാമപ്രദേശത്തുള്ള കുട്ടികൾ ഭക്ഷണത്തിൻ്റെ ദൗർലഭ്യം അനുഭവിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു പഠനം, അതിനെ സംബന്ധിച്ചുള്ള ചർച്ചയെ തുടർന്നാണ് ഈ ഉച്ചഭക്ഷണ പരിഷ്കരണ പദ്ധതി ചോറും സാമ്പാറും എന്ന പദ്ധതിയായിട്ട് ഞങ്ങൾക്ക് വരാൻ കഴിഞ്ഞത്. അതിന് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഇതിന് പിന്തുണ നൽകിയത് കുടുംബശ്രീ, അതായത് അമ്മമാരാണ്, സ്ത്രീകളാണ്. പ്രത്യേകിച്ച് കുടുംബശ്രീ ആയിരുന്നു അതിനെല്ലാം. മദർ PTAയിലെ അറ്റൻഡൻസ് ഉണ്ടാക്കാനും കുടുംബശ്രീ ആശ്രയിക്കുന്നതിനോട് വലിയ യോജിപ്പില്ല. എങ്കിലും വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾ വളരെ തനിമയുള്ള കാര്യങ്ങൾ ചെയ്തതിൽ ഞാൻ അഭിനന്ദിക്കുകയാണ്. എനിക്ക് ഏറ്റവും ആകർഷകമായി തോന്നിയത് പഠന വീട് എന്നുള്ള സംഗതിയാണ്. വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ സാമ്പത്തിക സൗകര്യമുള്ള കുട്ടികളും അല്ലാത്തവരും വേർതിരിയുന്നത് വീട്ടിൽ അവർക്ക് വിദ്യാഭ്യാസത്തിന് കിട്ടുന്ന പിന്തുണ അല്ലെങ്കിൽ ട്യൂഷൻ ഇതിനാശ്രയിച്ചാണ്. അപ്പോൾ പഠന വീട് നിങ്ങൾ എങ്ങനെയാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് നടപ്പാക്കുന്നത്, അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. പഠന വീടുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പഞ്ചായത്ത് തലത്തിൽ PEC വിളിച്ചു ചേർക്കുകയും PECയിൽ ഇത് ചർച്ച ചെയ്യുകയും ഇതിന് ഒരു എഡ്യൂക്കേഷൻ വളണ്ടിയർ തിരഞ്ഞെടുക്ക പേരുകളൊക്കെ ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. എന്താണ് പഞ്ചായത്ത് എഡ്യൂക്കേഷൻ കമ്മിറ്റിയിൽ ഞങ്ങൾ ഇത് ചർച്ച ചെയ്യുകയും ഇതിനെ ഒരു എഡ്യൂക്കേഷൻ വളണ്ടിയറെ തിരഞ്ഞെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ എഡ്യൂക്കേഷൻ വളണ്ടിയർ ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ പൈലറ്റായിട്ട് ഒരു പ്രോഗ്രാം ആരംഭിച്ചിരിക്കുകയാണ്. അത് പിന്നെ 26 കുട്ടികൾ അവിടെയുണ്ട്. ഏറ്റവും കൂടുതൽ ST പണിയ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഒരു മേഖലയിൽ മൂന്നാംകൈ കോളനി എന്ന് പറയുന്ന സ്ഥലത്താണ് അത് ഉള്ളത്. ആ കുട്ടികൾക്ക് തന്നെ വളരെ അനുഗ്രഹമാണ്. അവിടെ 5 മണി മുതൽ 7:30 മണി വരെ ഒരു എഡ്യൂക്കേഷൻ വളണ്ടിയറുടെ നേതൃത്വത്തിൽ ക്ലാസ് റൂമുമായിട്ട് ബന്ധപ്പെട്ട പഠന പ്രവർത്തനത്തിൽ സഹായിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അതിൻ്റെ ഇടയിൽ ഞങ്ങളെപ്പോലത്തെ വിദ്യാഭ്യാസ പ്രവർത്തകരെ ഇടയ്ക്ക് അവിടെ വിസിറ്റ് ചെയ്യുകയും അതിന് വേണ്ട നിർദ്ദേശങ്ങൾ അമ്മമാർക്കൊക്കെ കൊടുക്കുകയും. 5 മണിക്ക് വരെ വിളിച്ചിരുത്തും. അവർക്ക് കളിക്കാനൊക്കെ ഇത്തിരി സമയം കൊടുത്തിട്ട് വേണ്ടേ പഠിക്കാൻ പറയുന്നത്? 5 മണിക്കാണ് അവിടെ തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മണി മുതൽ നമ്മളെ ഇപ്പോൾ പത്രപാരായണമാണ് ആദ്യം തുടങ്ങുക. കളിക്കാനൊന്നും വിടൂലേ പിള്ളേരെ? സർ 5 മണിക്ക് കുട്ടികൾ കളിക്കണ്ടേ? വൈകുന്നേരം കളിക്കാനൊക്കെ കൊടുക്കും. 5 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമയം വെച്ചത് 5 മണിയാണ്. ഏകദേശം ഇതിന്റെ ക്ലാസ് തുടങ്ങാൻ 5:30 മണിയാവും ക്ലാസ് തുടങ്ങാൻ. അത് 7:30-8 മണി വരെ ഏകദേശം അത് നീണ്ടുപോകും. നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു പഞ്ചായത്താണെന്ന് മനസ്സിലായി. ഒരു ചെറിയ കാര്യമുള്ളൂ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വേണ്ടി ഇപ്പം പറഞ്ഞല്ലോ സൈക്കിൾ പരിശീലനം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പഠനം നടത്തിയതിനകത്ത് മെനിസ്ട്രേഷൻ പീരീഡിൽ, അതായത് പെൺകുട്ടികൾ ആർത്തവ സമയങ്ങളിൽ സ്കൂളിൽ വരാതിരിക്കുക അല്ലെങ്കിൽ അതിനോട് ബന്ധിച്ച പ്രശ്നങ്ങൾ അത് കൈകാര്യം ചെയ്യാനായിട്ട് നിങ്ങളുടെ ഈ ഒരു പഠന വിഷയത്തിൽ എന്തെങ്കിലും പ്രത്യേക താല്പര്യമോ പഠനങ്ങളോ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇപ്പോൾ ടോയ്ലറ്റ്, ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ടോയ്ലറ്റുകൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് എഴുതിയിട്ടുണ്ട് നിങ്ങൾ, അതെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അതിൻ്റെ ഉപയോഗം എങ്ങനെയാണ്? ജാഗ്രതാ സമിതി സ്കൂളുകളിലെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ മുഖ്യ ചുമതലയുള്ളത് ലേഡി ടീച്ചർമാർ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ, ഞാൻ UP സ്കൂളിലായതുകൊണ്ട് എനിക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ളതുണ്ട്. അത് ആ ജാഗ്രതാ സമിതിയുടെ അധ്യാപകരെന്ന് പറയുന്നത് വളരെ നല്ല, എല്ലാ കുട്ടികളുമായിട്ടും വളരെ സൗഹൃദമായി ഇടപെടുന്ന കുട്ടികളായതുകൊണ്ടും ആ കുട്ടികളോട് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് പ്രശ്നമോ നിങ്ങൾക്ക് ഈ അധ്യാപികമാരോട് പറയാം. അപ്പോൾ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഗേൾസ് ഫ്രണ്ട്ലി ടോയ്ലറ്റ് തന്നെ സ്കൂളുകളിൽ, UP സ്കൂളുകളിൽ
LP-യിലില്ല, UP സ്കൂളുകളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കുട്ടികൾക്ക് 2006-ലും